ബിസിനസ്സിലൊക്കെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും നമ്മുടെ സ്വന്തം അഭിപ്രായങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും അല്ലേ? പക്ഷെ ആ അഭിപ്രായങ്ങളൊക്കെ എപ്പോഴും ശരിയാകണമെന്നുണ്ടോ? അപ്പോൾ വെറും ഊഹങ്ങൾ ഒഴിവാക്കി ഡേറ്റ ഉപയോഗിച്ച് എങ്ങനെ നല്ല തീരുമാനങ്ങൾ എടുക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണല്ലേ? നമ്മളെല്ലാവരും നമ്മുടെ ബിസിനസ്സിലോ പ്രൊജക്റ്റുകളിലോ ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട്. എന്തിനാ? അത് കൂടുതൽ മെച്ചപ്പെടും എന്നൊരു പ്രതീക്ഷയില്ല. പക്ഷേ ആ മാറ്റങ്ങൾ ശരിക്കും ഗുണം ചെയ്യുന്നുണ്ടോ അതോ ചിലപ്പോൾ ദോഷം ചെയ്യാണോ? അതെങ്ങനെ നമ്മൾ ഉറപ്പിക്കും? ഇവിടെയാണ് ആ പ്രധാന വ്യത്യാസം വരുന്നത്. ഒന്ന് എനിക്ക് തോന്നുന്നു എന്ന ഒരു വെറും അഭിപ്രായം, മറ്റേത് ക്ലിക്കുകൾ 15% കൂടി എന്ന കൃത്യമായൊരു കണക്ക്. നമ്മുടെ തോന്നലുകൾ മാത്രം വിശ്വസിച്ച് മുന്നോട്ടു പോയാൽ ചിലപ്പോൾ നമുക്ക് നഷ്ടങ്ങളുണ്ടാവാം. പക്ഷേ ഡേറ്റയെ അടിസ്ഥാനമാക്കി നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് നമ്മുടെ വളർച്ചയ്ക്ക് ഉറപ്പുള്ളൊരു അടിത്തറയാകും. അപ്പോൾ ഈ ഊഹങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? ഉത്തരം വളരെ സിമ്പിളാണ്. ചിട്ടയായ പരീക്ഷണങ്ങളിലൂടെ. നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ആശയത്തെയും ചോദ്യം ചെയ്യുകയും അതിൻ്റെ ഫലം അളക്കുകയും ചെയ്യുന്നൊരു രീതിയാണിത്. ഇതത്ര വലിയ സങ്കീർണമായ കാര്യമൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാന്ത്രിക വിദ്യയുമല്ല. കൃത്യമായൊരു പ്ലാൻ, ഒരു രൂപരേഖയുണ്ടെങ്കിൽ ആർക്കും ഇത് ചെയ്യാൻ പറ്റും. ഈ പ്ലാൻ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും മാറ്റി എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് നല്ല വ്യക്തമായൊരു ഐഡിയ തരും. ശരി, ഇനി നമുക്ക് ഈ പ്ലാനിന്റെ, ഈ രൂപരേഖയുടെ പ്രധാന ഭാഗങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പരീക്ഷണം എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്ന് നമുക്ക് ഇതിലൂടെ സിമ്പിളായി മനസ്സിലാക്കാം. ഒരു പരീക്ഷണം തുടങ്ങുന്നതിന് മുൻപ് ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 1. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി നിർവചിക്കുക. 2. എന്ത് മാറ്റം വരുത്തിയാലാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഫലം കിട്ടുക എന്ന് അനുമാനിക്കുക. 3. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നതെന്ന് വ്യക്തമാക്കുക. ഒരു അനുമാനമെന്ന് പറഞ്ഞാൽ വെറുമൊരു ഊഹമല്ല, അത് നമുക്ക് പരിശോധിച്ച് ഉറപ്പിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കണം. ഉദാഹരണത്തിന്, വെബ്സൈറ്റിലെ ബട്ടന്റെ നിറം നീലയിൽ നിന്ന് ചുവപ്പാക്കിയാൽ ക്ലിക്കുകൾ കൂടും. കാരണം ചുവപ്പ് നിറം ആളുകളുടെ ശ്രദ്ധ പെട്ടെന്ന് ആകർഷിക്കും എന്നത് ഒരു നല്ല അനുമാനമാണ്. ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. ഇതാണ് A/B ടെസ്റ്റിംഗിന്റെ ഒരടിസ്ഥാനം. കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ നീല ബട്ടൺ പോലെ നിലവിലുള്ള വെർഷൻ. വേരിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പരീക്ഷിക്കാൻ പോകുന്ന പുതിയ ചുവന്ന ബട്ടൺ പോലുള്ള മാറ്റം. എന്നിട്ട് ഇവ രണ്ടും തമ്മിൽ ആളുകൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നമ്മൾ താരതമ്യം ചെയ്യും. അടുത്തതായി നമ്മൾ ആരെയാണ് പരീക്ഷിക്കുന്നത്, എത്ര പേരെ, എത്ര നാളത്തേക്ക് എന്നൊക്കെ തീരുമാനിക്കണം. കാരണം കൃത്യമായൊരു ഫലം കിട്ടാൻ ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്. ഉദാഹരണത്തിന്, ഒരാഴ്ചത്തേക്ക് നമ്മുടെ വെബ്സൈറ്റിൽ വരുന്ന 50% ആളുകൾക്ക് പഴയ നീല ബട്ടണും ബാക്കി 50% പേർക്ക് പുതിയ ചുവന്ന ബട്ടണും കാണിക്കാം. അപ്പോ പരീക്ഷണം ഡിസൈൻ ചെയ്തു, അത് തുടങ്ങി. ഇനി അടുത്ത ഘട്ടമെന്താ? നമ്മൾ വരുത്തിയ ആ മാറ്റം ശരിക്കും ഒരു സ്വാധീനം ഉണ്ടാക്കിയോ? അതെങ്ങനെയാ നമ്മൾ അളക്കുക? നമുക്ക് നോക്കാം. നമ്മുടെ ലക്ഷ്യമനുസരിച്ച് ശരിയായ അളവുകോലുകൾ തിരഞ്ഞെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഒരു സാധനം വിൽക്കുകയാണ് ലക്ഷ്യമെങ്കിൽ കൺവേർഷൻ നിരക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട അളവ്. അതായത് എത്ര പേർ ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ സാധനം വാങ്ങി എന്ന് നോക്കണം. അപ്പോൾ പരീക്ഷണത്തിന്റെ ഫലം വന്നപ്പോൾ നോക്കൂ, ചുവന്ന ബട്ടൺ, അതായത് പതിപ്പ് B, നീല ബട്ടനേക്കാൾ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കണ്ടില്ലേ? കൺവേർഷൻ നിരക്ക് കാര്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമാണല്ലോ. പക്ഷേ ഈ ഫലം യാദൃശ്ചികമായി സംഭവിച്ചതാണോ അല്ലെന്ന് ഉറപ്പിക്കാനാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് എന്നൊരു ആശയം ഉപയോഗിക്കുന്നത്. ഈ 95% എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ഫലം വെറും ഭാഗ്യം കൊണ്ടല്ല, മറിച്ച് നമ്മൾ വരുത്തിയ മാറ്റം കാരണമാണ് സംഭവിച്ചത് എന്ന് 95% ഉറപ്പിക്കാം എന്നാണ്. അതായത് നമ്മുടെ പരീക്ഷണഫലം വിശ്വസനീയമാണ്. ഓക്കെ, പരീക്ഷണം കഴിഞ്ഞു, വിജയിയെ നമ്മൾ കണ്ടെത്തി. ഇനി എന്ത് ചെയ്യണം? ഇതാണ് ചിലപ്പോൾ ഈ പ്രോസസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഒരു പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവ് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നോക്കാം. വിജയിച്ചു എന്നതിലുപരി എന്തുകൊണ്ട് വിജയിച്ചു എന്ന് മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ പഠനം. ആ ചുവന്ന ബട്ടൺ എന്തുകൊണ്ടാണ് കൂടുതൽ ക്ലിക്കുകൾ നേടിയത്? ഈ ഒരു അറിവ് ഭാവിയിൽ നമുക്ക് വേറെ തീരുമാനങ്ങൾ എടുക്കാനും ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഒരുപക്ഷെ നമ്മുടെ പരീക്ഷണം പരാജയപ്പെട്ടാലും അതും ഒരു പാഠമാണ്. എന്തുകൊണ്ടത് വിജയിച്ചില്ല എന്ന് മനസ്സിലാക്കുന്നത് അടുത്ത തവണ കൂടുതൽ മെച്ചപ്പെടുത്താൻ നമ്മളെ സഹായിക്കും. ഈ ഒരു ചോദ്യമുണ്ടല്ലോ, ഇതാണ് ഈ മുഴുവൻ പ്രക്രിയയുടെയും കാതൽ. ഓരോ പരീക്ഷണവും ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ചെറിയ വിജയം എങ്ങനെ വലിയൊരു വളർച്ചയ്ക്ക് കാരണമാക്കാം എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് സിമ്പിളാണ്. വിജയിച്ച ആ ചുവന്ന ബട്ടൺ എല്ലാവർക്കുമായും നടപ്പിലാക്കുക.
അതോടൊപ്പം തന്നെ ഈ പഠനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അടുത്ത പരീക്ഷണത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുക. ഇതൊരു ഒറ്റത്തവണ ചെയ്യുന്ന കാര്യമല്ല, ഇതൊരു തുടർ പ്രക്രിയയാണ്. പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം. നിങ്ങളുടെ ജോലിയിലോ ബിസിനസ്സിലോ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന, എന്നാൽ ഇതുവരെ പരീക്ഷിച്ചു നോക്കാത്ത എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? അടുത്തതായി നിങ്ങൾ പരീക്ഷിക്കേണ്ട ആ ഒരു പ്രധാന അനുമാനമേതാണ്? ചിന്തിക്കുക, പരീക്ഷിക്കുക, വളരുക.